ഹായ് മക്കളെ, ഞാൻ ഡോക്ടർ അസ്ലക്ക്. ഇന്ന് ജൂലൈ 22-ന് സുപ്രീം കോടതി നീറ്റിന്റെ വിഷയത്തിൽ ഒന്നും കൂടി ഇരുന്നു. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, നമുക്കിന്നും ഒരു ഫൈനൽ വിധി ആയിട്ടില്ല. 22 എന്നുള്ളത് 23-ലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ സങ്കടമുണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ സന്തോഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് പെറ്റീഷനേഴ്സിൻ്റെ എല്ലാ അധിക വാദങ്ങളും ഇന്ന് കേൾക്കാൻ സുപ്രീം കോടതി ചെവി കൊടുത്തു എന്നുള്ളതാണ്. അതായത് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് നാളെ മറ്റൊരു പെറ്റീഷൻ കൊണ്ടുവന്ന് കൗൺസിലിംഗ് ആരംഭിച്ചു. അതിനിടയിലൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാകണം എല്ലാം വളരെ ചെവി കൊടുത്ത് എല്ലാ പെറ്റീഷനേഴ്സിനും പറയാനുള്ള ഒരു അനുമതിയും കൂടി കൊടുത്തിട്ടാണ് ഇന്ന് അത്രയും സമയം എടുത്തിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. രാവിലെ 10:00-ക്ക് ലൈവിൽ ഞാനും സുഹൈൽ സാറും ഉണ്ടായിരുന്നു. വൈകുന്നേരം 4 മണിക്ക് അവസാനിക്കുന്നവരെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ലൈവിൽ. അത് കാണാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പോലെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോയുടെ അവസാനം നിങ്ങളെയൊക്കെ ബാധിക്കുന്ന ഒരു തീരുമാനം സുപ്രീം കോടതി ഇന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റിൽ മാറ്റം വരുന്ന ഒരു തീരുമാനം സുപ്രീം കോടതി ഇന്ന് എടുത്തിട്ടുണ്ട്. എന്താണെന്നും കൂടി ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നതായിരിക്കും. അഡ്വക്കേറ്റ് ഹൂദ ഇന്നത്തെ ആർഗ്യുമെന്റ് തുടങ്ങിയത് വളരെ നേരത്തെ തന്നെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം എടുത്തിട്ടിട്ടാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും റെസ്പോണ്ടൻ്റ് NTA അല്ലെങ്കിൽ ഈ നമ്മുടെ SG സോളിസിറ്റർ ജനറൽ പറഞ്ഞ കാര്യം അങ്ങനെയല്ല. ബീഹാർ പോലീസിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് വളരെ നേരത്തെ തന്നെ പേപ്പർ ലീക്ക് ആയിട്ടുണ്ട്. അതായത് 4-ാം തീയതി എക്സാം നടക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി കുട്ടികളെ ഒരുമിച്ച് കൂട്ടി പേപ്പർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പേപ്പർ എന്ത് ചെയ്യണം? ബാങ്കിൽ എത്തുന്നതിന് മുന്നേ തന്നെ, സ്ട്രോങ് റൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ പേപ്പർ ലീക്ക് ആവണ്ടേന്ന് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ അവിടെ ബീഹാർ പോലീസിന്റെ മറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ 2 പ്രതികളും 2 സ്റ്റേറ്റ്മെന്റ് തന്നത് ഇത് അങ്ങനെയൊന്നും അല്ല, 4-ാം തീയതി അവരെ രാത്രി ഒരുമിച്ച് കൂട്ടിയതാണ്. എപ്പോഴാണോ പേപ്പർ കിട്ടുന്നത് അപ്പം തന്നെ അത് കൊണ്ടുവന്ന് കൊടുത്ത് ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂട്ടിയിട്ടേ ഉള്ളൂ. 4-ാം തീയതി പേപ്പർ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ള രൂപത്തിലുള്ള വാദങ്ങൾ അവിടെ നടക്കുകയാണ്. അതിൽ പിന്നീട് ഒരു മൂവ്മെന്റ് ഒന്നും ഉണ്ടായില്ല. പിന്നെ മെയിനായിട്ട് ചോദിച്ചത് യു ഹാവ് ടു എസ്റ്റാബ്ലിഷ് ഓൺ ദ ബേസിസ് ഓഫ് ഡാറ്റ ഓഫ് ദ ലീക്ക്. അതായത് ലീക്ക് നടന്നത് ഈ പറഞ്ഞൊരു സ്ഥലത്ത് മാത്രമാണോ, അത് ഇന്ത്യ മൊത്തമാണോ, നിങ്ങൾ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അതായത് ഈ ഇന്നത്തെ ചർച്ച നാളത്തേക്ക് മാറ്റി വെച്ചെങ്കിൽ പോലും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈൻ ഈ കാണുന്നതാണ്. അതായത് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സെഡ് ദാറ്റ് കോർട്ട് ഡസ് നോട്ട് ഹാവ് എനി മെറ്റീരിയൽ സോ ഫാർ ടു ഇൻഡിക്കേറ്റ് ദ ലീക്ക് ദാറ്റ് വാസ് സോ വൈഡ് സ്പ്രെഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ഗോൺ ഓൾ ഓവർ ദ കൺട്രി. രാജ്യം മൊത്തം ലീക്ക് പടർന്നു എന്നുള്ളതിന് ഇതുവരെ ജൂലൈ 22-ലെ വാദത്തിന്റെ അന്ന് വരെ ഒരു തെളിവ് നിങ്ങൾക്ക് നൽകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് CJI ഒന്നിലധികം തവണ ഇന്നത്തെ പ്രതിവാദത്തിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റീനീറ്റിന്റെ സാധ്യത മങ്ങുന്നു എന്നുള്ളൊരു തോട്ടിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം വാദം തുടങ്ങിയ സമയത്തെ പറഞ്ഞിരുന്നു റീടെസ്റ്റ് ഒരു വലിയ തീരുമാനമാണ്. എന്നാൽ പോലും ലീക്ക് നേഷൻ വൈഡ് ആണെങ്കിൽ, നേഷൻ മൊത്തം പേപ്പർ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കത് നടത്തേണ്ടി വരുമെന്ന് അന്നേ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുള്ള തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഇന്ന് ഒന്നിലധികം തവണ CJI റിപ്പീറ്റ് ചെയ്തത് ഒരു നോ റീനീറ്റിലേക്കുള്ള സാധ്യതയാണോ എന്ന് നമുക്കറിയില്ല. നമുക്ക് നോക്കാം, നാളെയാണ് അതിൻ്റെ തീരുമാനം വരിക. പിന്നെ പറഞ്ഞൊരു കാര്യം, കാനറ SBI, അതായത് 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു പുതിയ കാര്യം ഇന്ന് കോടതിയുടെ മുൻപാകെ പുറത്തു വരികയാണ്. അതായത് SBI ബാങ്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നോർമലി കുട്ടികൾക്ക് കിട്ടേണ്ടത്. ചില സ്ഥലത്ത് സിറ്റി ഇൻചാർജ് അദ്ദേഹത്തിന് മിസ്റ്റേക്ക് പറ്റി കാനറ ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പിള്ളേർക്ക് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ബാക്കപ്പ് പേപ്പറാണ്. അതായത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 8ഓളം സെൻറ്ററിൽ കൊടുക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് SG ഒരുപാട് മറുപടിയൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരുപാട് സെൻറ്റൻസ് നടത്തുന്നുണ്ട്, 8 സെൻറ്ററിൽ മാത്രമേ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളൂ, ഇത് ഞങ്ങളുടെ ഒരു തെറ്റ് തന്നെയാണ്, ഞങ്ങളുടെയും ബാങ്കിൻ്റെയും ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയാണ്, ഞങ്ങൾ തുറന്ന് സമ്മതിക്കുക എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് SBIയിൽ പോയി വാങ്ങേണ്ട പേപ്പർ അദ്ദേഹം കാനറ ബാങ്കിൽ നിന്ന് കിട്ടുന്നു. അദ്ദേഹത്തിന് എങ്ങനെ കാനറ ബാങ്കിൽ പോയത് കിട്ടുന്നു, മാത്രമല്ല കാനറ ബാങ്കർ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചീഫ് ജസ്റ്റിസ് NTയോട് ചോദിക്കുകയാണ്. തെറ്റ് അവർ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പോരായ്മകൾ NTയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നതാണ് ഇന്ന് നമ്മൾ കണ്ട കാര്യം. പിന്നെ മറ്റൊരു ചോദ്യം ഉണ്ടായി, അതായത് ഹൂദ ചോദിച്ച മറ്റൊരു കാര്യമാണ്, ഇഫ് ദിസ് കോർട്ട് ഡസ് നോട്ട് കൺസിഡർ എ റീനിറ്റ് അറ്റ്ലീസ്റ്റ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്, അതായത് 13 ലക്ഷം കുട്ടികൾക്ക് 23 മുതൽ 25 ലക്ഷം 24 ലക്ഷത്തിനടുത്ത് കുട്ടികൾ എഴുതിയ എക്സാമിൽ ക്വാളിഫൈ ചെയ്ത 13 ലക്ഷം കുട്ടികൾക്കെങ്കിലും നമുക്ക് റീനീറ്റ് വെച്ചുകൂടെ എന്ന് ഹൂദ ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇത് പട്ന എന്ന് പറയുന്ന സ്ഥലത്തിനപ്പുറവും നടന്നിട്ടുണ്ടോ നമുക്ക് തെളിവില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഒരു റീടെസ്റ്റ് വേണ്ട എന്ന് പറയുമെന്ന് അവർ ചോദിക്കുകയാണ്. പിന്നെ അതിനുശേഷം 2015 ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റിൻ്റെ APMT എക്സാം മാറ്റിവെച്ച സാഹചര്യം ഉണ്ടല്ലോ, ആ ഒരു ജഡ്ജ്മെൻറ്റ് സ്വാഭാവികമായും ഇതിനെ സ്വാധീനിക്കും. അത് അവിടെ പൂർണ്ണമായി വായിക്കുകയുണ്ടായി. അത് അന്നത്തെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 44 കുട്ടികളാണ് അൺഫെയർ അഡ്വാൻറ്റേജ് കിട്ടിയതെങ്കിൽ പോലും 6 ലക്ഷം കുട്ടികൾക്ക് ഒരു റീടെസ്റ്റ് അന്നത്തെ കോടതി ഓർഡർ ചെയ്തിരുന്നു. അതായത് തൻവി ഷർവാൾ വേഴ്സസ് CBSE എന്ന് പറയുന്ന കേസുണ്ട് 2015. അതിൻ്റെ വിധി ഇന്ന് ഒരു വക്കീൽ അവിടെ പ്രസ്താവിക്കുകയുണ്ടായി, കാര്യങ്ങൾ വായിക്കുകയുണ്ടായി. അപ്പം ചീഫ് ജസ്റ്റിസ് അതിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അവിടെ പറയുകയുണ്ടായി. അതായത് അന്ന് സംഭവിച്ചത്, അന്ന് കോടതി പറഞ്ഞത് എന്താണ്, അതായത് ഏതെങ്കിലും കുറച്ചാളുകൾക്ക് മാത്രമാണെങ്കിൽ പോലും അത് എല്ലാവരെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് റീടെസ്റ്റ് വേണമെന്ന് അന്ന് കോടതി പറഞ്ഞു എന്ന് നമ്മുടെ ചീഫ് ജസ്റ്റിസിനെ, സുപ്രീം കോടതിയുടെ ബെഞ്ചിനെ ഇന്ന് ആ കൗൺസിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി അവിടെ നടന്നിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലങ്ങൾ നാളത്തെ വിധിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് കാരണം, കഴിഞ്ഞു പോയ വിധികളെല്ലാം സ്വാഭാവികമായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡിക്റ്റ് ആണ്. അപ്പോൾ അതും സ്വാധീനിക്കുമോ നമുക്ക് നോക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഏറ്റവും അവസാനം, ഇനി നിങ്ങളെയൊക്കെ ബാധിക്കുന്നൊരു പ്രശ്നം ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് ആറ്റംസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിൽ ഒരു ക്ലാരിറ്റി വേണമെന്ന് പറഞ്ഞു. അവസാനം എന്ന് പെറ്റീഷണർ പറഞ്ഞത്, എൻ്റെ പെറ്റീഷണർ എന്ത് ചെയ്തു, 2 ഓപ്ഷൻസ് ശരി കണ്ടപ്പോൾ, അതായത് പഴയ NCERTയിലും പുതിയ NCERTയിലെയും കാര്യം ഒരേപോലെ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഫിസിക്സിന്. നിങ്ങൾക്ക് അറിയാൻ മതിയാം, ഫിസിക്സിൽ ഒരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ അതായത് ഒരാൾക്ക് വേണ്ടിയാണ് ആ വക്കീൽ അവിടെ വാദിക്കുന്നത്. അവർ പറയുന്നത്, എൻ്റെ പ്രതിനിധി 2 ഓപ്ഷൻ കണ്ടപ്പോൾ ആ ക്വസ്റ്റ്യൻ വിട്ടു. ക്വസ്റ്റ്യൻ വിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചു, ഇതിൽ അതായത് ശരിക്കുള്ള ഉത്തരം എഴുതിയ കുട്ടിക്ക് 4 മാർക്ക് കിട്ടി. പഴയ NCERT അനുസരിച്ച് ശരിയായ ഉത്തരം എഴുതിയവർക്കും 4 മാർക്ക് കിട്ടി. ഞാൻ ക്വസ്റ്റ്യൻ വിട്ടത് കൊണ്ട് എനിക്ക് 0. അപ്പോൾ ഇത് അനീതിയാണ്. ആ ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ അത് ശരി ഉത്തരം കൊടുത്തവർക്ക് മാത്രമേ മാർക്ക് കൊടുക്കാവൂ എന്നൊരാൾ വാദിച്ചു. വേറൊരാൾ വാദിച്ചത്, ഇത് ഞാൻ ശരിയാണ്, ഇത് ഞാൻ പുതിയ NCERT അനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തത്, പക്ഷെ ഓൾഡ് NCERT അനുസരിച്ച് വേറെ ഉത്തരമാണ്. എക്സാമിന് നമ്മളെപ്പോഴും മാനദണ്ഡമാക്കേണ്ടത് പുതിയ NCERT ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പഴയ ഉത്തരം എഴുതിയ കുട്ടികൾക്ക് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ നീറ്റിൻ്റെ ആൻസർ കീയുടെ സമയത്തുള്ള ഒരു പെറ്റീഷൻ നമ്മൾ ഈ കേസിൻ്റെ ഭാഗമായി കൂട്ടി യോജിപ്പിച്ച് മാറ്റി വെച്ചത്. അതാണ് ഇപ്പോൾ അഡ്രസ്സ് ചെയ്തത്. കാരണം നിങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഇപ്പോഴാണോ ചോദിക്കേണ്ടത്, ഇതൊക്കെ അന്നേ തീരുമാനിക്കേണ്ടതല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പക്ഷെ നമ്മളത് മൊത്തമായിട്ട് പെറ്റീഷൻ ഒരുമിച്ച് കേൾക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിന്ന് ബാക്കി നിന്നത്. കോടതി ആ ഒരു വിഷയത്തിൽ ഒരുപാട് നേരം, ഒരു 10-15 മിനിറ്റോളം, അരമണിക്കൂറോളം ചർച്ച ഈ ഒരൊറ്റ വിഷയത്തിൽ നിൽക്കുകയുണ്ടായി. അതായത് ഒരുപാട് കാര്യങ്ങൾ കോടതി അവിടെ നിരീക്ഷിച്ചു. അതായത് 2ഉം ശരിയാണ് എന്നുള്ളതാണ് NTA ആൻസർ കീ അനുസരിച്ച്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. കാരണം ഇതിൽ പറയുന്നത് ആറ്റം സ്റ്റേബിൾ ആണ്, ഒരു ഓപ്ഷനിൽ പറയുന്നത് ആറ്റം സ്റ്റേബിൾ അല്ല. അത് 2ഉം ശരിയാണെന്ന് നമ്മൾ എങ്ങനെ അംഗീകരിക്കും? അത് പറ്റില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ ആ ഒരു നിലപാട് ഇനി NTAക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു IIT ഡൽഹിയുടെ കീഴിൽ ഒരു 3 മെമ്പർ എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് നാളെ ഉച്ചയ്ക്ക് മുന്നേ അതിൻ്റെ ഒരു തീരുമാനം പറയാൻ NTA പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിസിക്സിൻ്റെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് എന്ന് ഉച്ചയ്ക്ക് മുന്നേ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് നാളെ ജൂലൈ 22 ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് കഴിയാനാവും. അതായത് നമ്മുടെ വാദം സെൻഡ് ചെയ്യാൻ നേരം ഒരുപാട് പെറ്റീഷൻസ് വന്നിട്ട് റീടെസ്റ്റിനെ കുറിച്ച് പറയണ്ടായി. അപ്പോൾ ഇത് റീടെസ്റ്റ് വേണമെന്നുള്ളവരെല്ലാവരും നാളെ നാളത്തേക്ക് ഒരു ഇമെയിൽ അയക്കാനാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സിസ്റ്റമിക് ഫെയിലിയർ, അതായത് സിസ്റ്റമിക് ആയിട്ടുള്ള ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മുടെ പെറ്റീഷനേഴ്സ് വളരെ ഭംഗിയായി പ്രൂവ് ചെയ്തിട്ടുണ്ട്. NTA പിടിപ്പ് കേട്, ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാം നടത്തുമ്പോൾ അവർ കാണിച്ച പിടിപ്പ് കേട് വളരെ വ്യക്തമായി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരു നേഷൻ വൈഡ് ലീക്ക്, ഇത് 2ഉം
ഇതിനെ രണ്ടും രണ്ടായിട്ടാണ് സുപ്രീം കോടതി കാണുന്നത് എന്ന് പലപ്പോഴും ജഡ്ജസ് തന്നെ പ്രസ്താവിക്കുകയുണ്ടായി. കാരണം രണ്ട് മാറ്റേഴ്സ് ആയിട്ടാണ് നമ്മളിതിനെ നോക്കുന്നത്. ഒന്ന് ലീക്കിൻ്റെ ആസ്പെക്റ്റ് ഉണ്ട്, ഒന്ന് NTAയുടെ പിടിപ്പിക്കോടുണ്ട്. അപ്പോൾ നേഷൻ വൈഡ് ലീക്കിനുള്ള മെറ്റീരിയലിസ്റ്റിക് എവിഡൻസുകൾ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. അതുപോലെ സിസ്റ്റമിക് ഫെയിലറിന് ഒരുപാട് എവിഡൻസ് ഉണ്ട്, ഒരുപാട് തെളിവുകളുണ്ട്. കാരണം എക്സാമിൻ്റെ അന്ന് SBIയിൽ പോയി എടുക്കേണ്ടത് ഒരു കാനറ ബാങ്കിൽ പോയിട്ട് ഒരാൾ എടുക്കുന്നു. എന്നാൽ കാനറ ബാങ്ക് അത് കൊടുക്കാൻ പാടില്ല, അവരത് കൊടുക്കുകയും ചെയ്യുന്നു. അത് കുട്ടികൾക്ക് വിതരണം വരെ ചെയ്യുന്നു. അതിൻ്റെ പേരിൽ ഗ്രേസ് മാർക്ക് കൊടുക്കപ്പെടുന്നു. അതൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഗ്രേസ് മാർക്ക് കൊടുത്ത് തെറ്റായി പോയി എന്നും അതിൻ്റെ കുറ്റബോധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അതിനൊരു പ്രായച്ചിത്തമായി ഞങ്ങൾ റീടെസ്റ്റ് നടത്തിയെന്ന് NTAയുടെ കുറ്റസമ്മതം നടത്തുവാണ്. അപ്പോൾ ആകെ മൊത്തം ഒരു പരാജയം അവിടെ വന്നിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ നേഷൻ വൈഡ് ലീക്കിനുള്ള പ്രൂഫുകളൊന്നും തന്നെ നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ ആറ്റത്തിൻ്റെ ക്വസ്റ്റ്യനിലാണ്. അതിന് നാളെ IITയുടെ കമ്മിറ്റി എന്താണോ പറയുന്നത് അതനുസരിച്ചായിരിക്കും ഫൈനൽ വിധി വരുന്നത്. അപ്പോൾ ഈ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യന് നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനൽ വൈകാതെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കമൻറ്റിൽ ഞാൻ പേഴ്സണലി ഉണ്ടാകുന്ന നീറ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അതിലും ജോയിൻ ചെയ്യാം. ഇതിലൊരു തീരുമാനമായാൽ നമ്മൾ കൗൺസിലിംഗ് മറ്റു കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഗവൺമെൻറ് ആണോ നല്ലത്, പ്രൈവറ്റ് ആണോ നല്ലത്, കർണാടകയാണോ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ജനറൽ സംശയങ്ങൾ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഏതെങ്കിലും കാറ്റഗറി റാങ്കുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ളൊരു ഇടം ആ ഗ്രൂപ്പിൽ ഉണ്ടാകും. ഞാനും അതേപോലെ ഒരുപാട് ഡോക്ടേഴ്സും ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാകും. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ഉണ്ടാകും. അതിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് താഴെ ഉണ്ടാകും. നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ഇനി അഥവാ റീനീറ്റ് എന്നൊരു വിധിയാണ് വരുന്നതെങ്കിൽ നമ്മുടെ ആ ഗ്രൂപ്പിൽ തന്നെ ക്ലാസ്സുകളും ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെയും നമ്മൾ ലൈവിലുണ്ടാകും. നമുക്ക് തീരുമാനമാകുമോ എന്ന് നോക്കാം. നിങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും സങ്കടം മാത്രമാണ്. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതിയിട്ട് ഇങ്ങനെ ഒരു ഗതികേടിലൂടെ കടന്നു പോകുന്നത് ഒരു കാരണവശാലും നിങ്ങളാരും അർഹിക്കപ്പെട്ടതല്ല. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇനി നമ്മുടെ മുന്നിലുള്ളത് നമുക്കറിയാം, സുപ്രീം കോടതി തന്നെയാണ് നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ. എന്താകും വിധി എന്ന്, നാളെയെങ്കിലും ഒരു വിധി വരട്ടെ എന്ന് നിങ്ങളെ പോലെ തന്നെ ഞാനും പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് നാളെ ലൈവിൽ കാണാം. മറക്കണ്ട, എഡ്യൂപോർട്ടിൻ്റെ നീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.